Hi all. I'm Nivas. നേരത്തെ നമ്മൾ മൈക്രോസ്കോപ്പുകളെ കുറിച്ച് ഗ്രാഫീനെ കുറിച്ച് പിന്നെ നാനോ സ്ട്രിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് നമുക്ക് ഫിസിക്സിലെ ഫണ്ടമെന്റൽ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് സംസാരിക്കാം. അതിനു മുന്നേ എന്തായിരിക്കും സബാറ്റമിക് ലെവലിൽ എന്താ പറയുക വളരെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസിന്റെ ലോകവും നമ്മളെ ചുറ്റും കാണുന്ന ഈ മാക്രോസ്കോപ്പിക് ലോകവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മളിപ്പോൾ ഒരു കാർ എടുത്ത് ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്നു. അതുപോലെ ഒരു ഇലക്ട്രോൺ അതിന്റെ ഓർബിറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പറന്നു പോകുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കാറിനെയും ഇലക്ട്രോണിനെയും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമോ? കാർ പോവുകയാണെങ്കിൽ നമുക്ക് if we are going at 50 km/h, we can definitely say the position of the car and velocity of the car. അല്ലെ, കാറിന് എത്രയാണ് വെലോസിറ്റി എന്ന് ഇതിന്റെ പൊസിഷൻ ഇവിടെയാണെന്ന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും. But what will happen if we are talking about electrons? ഇലക്ട്രോൺസിന്റെ കേസിൽ അങ്ങനെ അത്ര പ്രിസൈസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പോൾ നമ്മളൊരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ if we are taking a region, we can just say that electron can be found in this region. Can be found in this region എന്ന് പറയാം. അതിൽ തന്നെ വേണമെങ്കിൽ മാക്സിമം എന്ന് പറയാം. Okay, here is the maximum probability to find electron. So here is this is the area where we can find an electron. Its probability is maximum. So in subatomic world, that world is a world with probabilities. അതായത് probabilistic world ആണ്. നമ്മുടെ microscopic world എന്ന് വെച്ചാൽ we can really tell about this precision. അല്ലേ? ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ subatomic cases we cannot tell about anything accurate. To be precise ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റുകളുടെ ലിമിറ്റ് ആണോ? Is that any limit of our instruments that we could develop? അതായത് നമ്മളിപ്പോൾ മാക്രോസ്കോപ്പിക് വേൾഡിൽ വി ഹാവ് സ്പീഡോമീറ്റർ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ GPS പല ടെക്നോളജി ഉണ്ട്. വി ക്യാൻ പ്രിസൈസ്ലി സേ ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി. അതുപോലെ അതേപോലെ സബാറ്റമിക് വേൾഡിൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രിസൈസ് ആയിട്ട് ഇലക്ട്രോണിന്റെ പൊസിഷൻ പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് the instrument. അതായത് ഇൻസ്ട്രുമെന്റിന്റെ പ്രിസിഷൻ ഇല്ലാതെ അല്ല. ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് സബാറ്റമിക് വേൾഡ്. അതായത് പ്രോബബിലിസ്റ്റിക് വേൾഡ് ആണ് അവിടെ ഇലക്ട്രോണിന്റെ ഫണ്ടമെന്റൽ നേച്ചർ തന്നെയാണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ബിറ്റ് മോർ ടു തിങ്ക് അബൌട്ട് ദാറ്റ് വേൾഡ്. സോ ആ വേൾഡിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇത്തിരി ടൈമിൽ പിന്നോട്ട് പോകാം. If we are going into 19th century, 19th centuryയിലേക്ക് പോയി കഴിഞ്ഞാൽ at end of 19th century കഴിയാറാവുന്ന സമയത്ത് almost all people thought that okay, the role of physics in human life is already done. അതായത് ഫിസിക്സിൽ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്നാണ് ആ കാലഘട്ടത്തിലെ കൂടുതൽ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ഈവൻ പൊതുജനങ്ങളും വിചാരിച്ചുകൊണ്ടിരുന്നത്. സോ ലെറ്റ് മീ ടേക്ക് യു ടു എ ക്ലാസ് റൂം ഇൻ 1880. പ്രൊഫസർ ഫിലിപ്പ് ജോലി എന്നുള്ള പേരായ ഒരു ഫിസിക്സ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ഡെലിവറി ചെയ്യുന്നു. During his lecture, he told that, okay, guys, almost all inventions in physics are done. Only a little bit small holes exist to be filled. അതായത് ഫിസിക്സിൽ almost all inventions കഴിഞ്ഞു.
ഈ ചെറിയ ചില ഹോൾസ് ആണുള്ളത്. ദാറ്റ് നീഡ് ടു ബി ഫിൽഡ്, ദെൻ ഫിസിക്സ് ഈസ് ഡൺ എന്നാണ് പ്രൊഫസർ ഫിലിപ്പ് പറഞ്ഞത്. സോ അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു പ്ലാങ്ക്, മാക്സ് പ്ലാങ്ക്. അപ്പൊ ഈ പ്രൊഫസർ ഫിലിപ്പ് മാക്സ് പ്ലാങ്കിനോട് ചോദിച്ചു, സോ വാട്ട്സ് യുവർ പ്ലാൻ? ഫിസിക്സ് ഈസ് ഡൺ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അധികം ഒന്നുമില്ല. സോ വാട്ട്സ് യുവർ പ്ലാൻ ഇൻ യുവർ ലൈഫ്? സോ വാട്ട് യു വിൽ ഡു? അപ്പോൾ അദ്ദേഹം പ്ലാങ്ക് തൻ്റെ പ്രൊഫസറോട് പറഞ്ഞു, ഓക്കെ പ്രൊഫസർ, I'm more interested in understanding what we already know. I'm not really interested to invent new things, but I'm more interested to understand what we already know. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റിമാർക്കായിരുന്നു. കാരണം സാധാരണ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ് we need to invent new things. Of course they need to understand what already exists, പക്ഷേ they give preference to invent new things, അല്ലേ? പക്ഷെ പ്ലാൻ പറഞ്ഞത് I want to understand what already exists. അപ്പോൾ അങ്ങനെ പറഞ്ഞ പ്ലാങ്ക് അദ്ദേഹത്തിൻ്റെ റിസർച്ച് ലൈഫിൽ കുറേ എന്താ പറയുക റിമാർക്കബിൾ ഇൻവെൻഷൻസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും റിമാർക്കബിൾ ഇൻവെൻഷൻ അദ്ദേഹം നടത്തിയത് ഡ്യൂറിങ് ഹിസ് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ സമയത്താണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സിൽ അദ്ദേഹം ചിന്തിച്ചു എന്ന് നമുക്ക് ജസ്റ്റ് ഈവൻ വി കൻ ജസ്റ്റ് ഡ്രമാറ്റിക്കലി ഇമാജിൻ. ഇപ്പോൾ നിങ്ങളോട് ഒരു വെള്ളം what is the smallest possible amount of water എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? We can say, okay, what is the smallest amount of water that we can possess? Let's say milliliter. Allah, if we do a little bit more precise, we can do microliter. Microliter better. So, can we go beyond nanoliter? Yes, of course. If we have really good equipment, we can എന്താ പറയുക, അത്രയും കുറഞ്ഞ എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് എടുക്കാം. ഏത് വരെ? വി ക്യാൻ ഗോ ദ ലിമിറ്റ് ഈസ് 1 molecule, അല്ലേ? 1 molecule. വാട്ടർ മോളിക്യൂളിന്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, H2O. So the limit of the quantity, so the minimum quantity of water that we can contain, the minimum quantity of water is 1 molecule. That is the limit of amount of water. Adine thaye poi kayinal endu sambhavikkum? If we are splitting this, it will not be water anymore. It will be just hydrogen and oxygen. Adeypole planning chindichu, what can be this smallest amount of energy? കാരണം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുവരെയും എനർജി വാസ് കൺസിഡർ ആസ് കണ്ടിന്യൂസ് ഫ്ലോ. കണ്ടിന്യൂസ് ആയിട്ടാണ് എനർജി കൺസിഡർ ചെയ്തത്. അപ്പോൾ പ്ലാങ്കിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ചോദ്യമായിരുന്നു, വാട്ട് ഇഫ് ദർ എക്സിസ്റ്റ് എ സ്മോളസ്റ്റ് പോസിബിൾ എമൗണ്ട് ഓഫ് എനർജി? ദാറ്റ് ഈസ്, വാട്ട് ഇഫ് എ സ്മോൾ പാക്കറ്റ് ഓഫ് എനർജി ഈസ് പോസിബിൾ? And he called it and he calculated it out as H is equal to 6.6262 times 10 to the power minus 34 joule seconds. And that is known as the Planck constant. Planck constant is the smallest amount of energy possible. The energy നമ്മൾ ഒരു പാക്കറ്റ് ചെറിയ പാക്കറ്റുകളുടെ ഒരു കൂട്ടമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ the smallest packet has this much energy. അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തു? He successfully explained black body radiation. അപ്പോൾ ഈ black body radiation was one of the issue in classical physics. ക്ലാസിക്കൽ ഫിസിസിസ്റ്റുകൾക്ക് ക്ലാസിക്കലി 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആ സമയത്ത് ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്ന മെയിൻ കാര്യങ്ങളൊന്നായിരുന്നു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. So Planck explained it successfully, and for that he called the small packet of energy as quanta. Planck called it as quanta. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. If you are, of course you have heard about quantum mechanics, അല്ലേ?
quantum mechanics. ഈ ക്വാണ്ടം മെക്കാനിക്സിലെ ക്വാണ്ട സംഭാവന ചെയ്തത് വേറെ ആരുമില്ല, നമ്മുടെ മാക്സ് പ്ലാങ്ക് തന്നെയാണ്. സോ മാക്സ് പ്ലാങ്ക് ഈ പ്രഡിക്ഷൻ നടത്തിയതിലൂടെ അതിനുശേഷം ഒരു പുതിയ ശാഖ തന്നെ തിയററ്റിക്കൽ ഫിസിക്സിൽ ഉയർന്നു വന്നു. ദാറ്റ് ഇസ് വാട്ട് വി കോൾ, ദാറ്റ് ഇസ് ലേറ്റർ നോൺ ആസ് ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പൊ ഈ പ്ലാങ്ക് കോൺസ്റ്റന്റ്, ഈ എല്ലാവരും അറിയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ, യൂണിവേഴ്സൽ കോൺസ്റ്റന്റുകളിൽ നമ്മളെല്ലാവരും അറിയുന്ന ഒരു കോൺസ്റ്റന്റ്, അതെന്താണ്? ദാറ്റ് ഇസ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ദാറ്റ് ഇസ് c. c is equal to 3 into 10 to the power 8 meter per second. ഈ c നമ്മളെല്ലാവരും അറിയാൻ ഒരു കാരണമുണ്ട്, കാരണം ഐൻസ്റ്റൈൻ്റെ ഫേമസ് E is equal to mc square c ആണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതുകൊണ്ടാണ് നമ്മൾ ആ സിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞത്. ഈ സിക്കുള്ള ഫിസിക്സ്, സിക്കുള്ള പ്രാധാന്യത്തിന്റെ അത്രയും പ്രാധാന്യം നമ്മുടെ എച്ചിനുമുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് അവർ ലൈഫ് വെരി മച്ച്. ആ ഇൻഫ്ലുവൻസ് ഏതൊക്കെ തരത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് our technology. It has revolutionized our technology, development of our technology. It has helped us to understand how this universe is made up of, and even it helped us to understand, or even think about how the life has been made up of, and what is the reason, not the reason, but what is the steps. അതിനെല്ലാം നമുക്ക് മനസ്സിലാക്കി തരാൻ പ്ലാങ്കിന്റെ ഈ ഇൻവെൻഷനെ പറ്റി. ടെക്നോളജിക്കൽ എങ്ങനെയാണ് സംഭവിച്ചത്? സോ പ്ലാങ്ക് കൺസെപ്റ്റ് ഓഫ് ക്വാണ്ട ഹെൽപ്ഡ് us to design transistors, integrated chips, അല്ലെങ്കിൽ integrated circuits, അല്ലെങ്കിൽ ചിപ്സ്. അതെല്ലാം നമ്മളെ അങ്ങനെയുള്ള ഡിവൈസസ് എല്ലാം പോസിബിൾ ആണെന്ന് നമ്മൾ അറിഞ്ഞത് തന്നെ is because of his invention of H. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്വാണ്ടം ടണലിംഗ് എന്നുള്ള ഒരു എഫക്റ്റ് പ്രഡിക്റ്റ് ചെയ്തത് കൊണ്ടാണ് എന്താണ് നമ്മൾ അറിയുന്ന പല ഇലക്ട്രോണിക് ഡിവൈസസും ഡിസൈൻ ചെയ്യാൻ പറ്റിയത് നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. Let us look into the deepest structure of matter. Deepest structure of matter പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായി? Things behave completely different than what it behaves in microscopic world. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഒരു ഇലക്ട്രോണോ അല്ലെങ്കിൽ ന്യൂട്രോണോ പോസിട്രോണോ എല്ലാം ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ കാറോ ബസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങോ ഫിസിക്കലി എന്താ പറയുക നമ്മുടെ നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല മൈക്രോസ്കോപ്പിക് വേൾഡ് അല്ലെങ്കിൽ സബാറ്റോമിക് വേൾഡിൽ കാര്യങ്ങൾ നടക്കുന്നത്. സോ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി നീഡ് ടു ലേൺ ലോട്ട് ഓഫ് ന്യൂ കോമൺ സെൻസസ്. ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് ക്വാണ്ടം സെൻസസ്. അതായത് നമ്മുടെ ഈ കോമൺ സെൻസസ് വർക്ക്സ് ഇൻ മൈക്രോസ്കോപ്പിക് വേൾഡ്, ബട്ട് ഇൻ ക്വാണ്ടം വേൾഡ് ഓർ ഇൻ സബാറ്റോമിക് വേൾഡ് ദീസ് ഡസൻറ്റ് വർക്ക്. There it works only quantum sensors. For example, നമ്മളിപ്പോൾ ഒരു മൈക്രോസ്കോപ്പിക് വേൾഡിൽ ലെറ്റ് us consider നമുക്കൊരു ആന ഉണ്ടെന്ന് വിചാരിച്ചു. ഇതൊരു ആനയാണെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ചുമരുണ്ട്. So we have a wall here, I have an elephant here. ഈ ചുമരിന്റെ ഇപ്പുറത്തേക്ക് നമുക്ക് ഈ ആനയെ കൊണ്ടുവരണം. ആനയ്ക്ക് ചാടാൻ പറ്റില്ല. Let's consider this is really tall wall. ഈ ചുമര് ഇരിക്കാതെ ഈ ആനയെ ഈ വഴി കൂടി തന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മുടെ മൈക്രോസ്കോപ്പിക് വേൾഡ് അത് പറ്റുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കുമല്ലേ, പ്രാന്തനാന്ന് പറയും. ബട്ട് ഇൻ സബാറ്റോമിക് വേൾഡ് ഇത് പറ്റും. That is, we can do, if we have electrons here, we can take that electron to the next side of this wall
without breaking the wall. That's what we call quantum tunneling. So that is really possible. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ഇലക്ട്രോണിക് സപ്പോർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. is one of the theory behind it is quantum tunneling. So in the microscopic world നമ്മൾ ഈ ആനയെ മതിലിരിക്കാതെ പറ്റി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമുക്ക് കോമൺ സെൻസ് ആണ്. ബട്ട് ഇൻ subatomic world, in quantum sense, it's possible. Okay, so this is just an example, but there are a lot of such phenomena in microscopic world. Let us look into the laws of physics. Physics in the niyamangal general it's true everywhere. It's true in the universe. അങ്ങനെയാണ് നമ്മൾ പൊതുവെ കരുതുന്നത്, നമ്മൾ പഠിച്ചു വരുന്നത്. സോ പക്ഷേ അത് ശരിയാണോ? അങ്ങനെയാവണമെന്നില്ല. Laws of physics can have some limits. അല്ലേ? ഫിസിക്സിന്റെ ലോസിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ആ ലിമിറ്റ്? പൊതുവായിട്ടൊരു ലിമിറ്റ്, ഒരു ഫിസിക്കൽ ലിമിറ്റ്, ഒരു യൂണിറ്റ്, ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ ഇതിലോ ഒരു സ്കെയിലിലോ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ആ സ്കെയിലിനെയാണ് പ്ലാങ്ക്സ് സ്കെയിൽ എന്ന് പറയുന്നത്. പ്ലാങ്ക്സ് സ്കെയിൽ. പ്ലാങ്ക് സ്കെയിൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പോൾ പ്ലാങ്ക് സ്കെയിൽ basically 5 സാധനങ്ങളാണുള്ളത്, 5 quantities ആണ് Planck scale ആയിട്ട് പറയുന്നത്. First is Planck's length. എന്താണ് Planck's length? Planck's length is the smallest length possible in the universe. The smallest length that we can talk about is Planck's length. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is 1.6 times 10 to the power minus 35 meters. അതാണ് Planck's length. That is 1.6 times 10 to the power minus 35. ആലോചിച്ച് നമുക്ക് എത്ര ചെറുതാണെന്ന്. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ if we are talking about an atom, it is of the order of minus 10 to the power minus 10 meters. അല്ലേ? So ആറ്റത്തിനേക്കാളും 10 to the power minus 25 meters smaller dimension, order അത്രയും ഓർഡർ താഴെയാണ് Planck's scale, Planck's length ഉള്ളത്. ഇതിന് താഴെയുള്ള ഇതിന് ചെറുതായിട്ടുള്ള ലെങ്ത് is not possible to measure. It doesn't exist എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിലേക്ക് നമുക്ക് വരാം. ഇനി അടുത്ത Planck's അടുത്ത സ്കെയിൽ ഏതാണെന്ന് വെച്ചാൽ it's Planck's time. Planck's time is given by 5.4 times 10 to the power minus 44 seconds. That is Planck's time. This is the minimum interval of time that we can talk about. ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രോസസ്സ് അവ തമ്മിലുള്ള minimum interval of time that we can talk about is 5.4 into 10 to the power minus 44 seconds. It's really small. അല്ലേ? നമ്മൾ ഞാൻ ഈ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നാനോ സെക്കൻഡ്സ് ഒക്കെ പറയുന്നത്, ഫൈറ്റോ സെക്കൻഡ്സ്, ഈവൻ ഫെംറ്റോ സെക്കൻഡ് ഒക്കെ പറയുന്നത് ലേസറിൻ്റെ ഒക്കെ കാര്യത്തിൽ. ബട്ട് ദിസ് ഈസ് really smaller than that. That is Planck's time. ഇനി നമുക്ക് Planck's mass എന്താണെന്ന് നോക്കാം. Let us look into what is Planck's mass. Planck's mass is 22 microgram, 22 times 10 to the power minus 6 gram. It's quite okay. കാരണം മറ്റേത് 10 to the power minus 35 ഉണ്ട്, ഇത് minus 44. It's just microgram, 25 for minus 6 gram. എന്ന് നിങ്ങൾ വിചാരിക്കാം. But still, this is huge. Huge means Planck's mass is the limit of mass of a fundamental particle. For a fundamental particle,
മാക്സിമം ഇത്രയും മാസമേ പറ്റൂ. അതിന് മേലെ പറ്റില്ല. അതിന് മേലെ ആണെങ്കിൽ our laws will break. ഇത് ഇത്രയും ഒരു പാർട്ടിക്കിളിന് ഇത്രയും മാസ് ഉണ്ടെങ്കിൽ what will be the energy equivalent of that particle is around 2 billion joules. That is a huge amount of energy. ഇനി പ്ലാങ്ക് സ്കെയിലിൽ അടുത്ത കാര്യം എന്താ നോക്കാം. ഇപ്പൊ നമ്മൾ ലെങ്ത്, ടൈം, മാസ് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് പ്ലാങ്ക് ടെമ്പറേച്ചർ. എന്താണ് പ്ലാങ്ക് ടെമ്പറേച്ചർ? പ്ലാങ്ക് ടെമ്പറേച്ചർ ഈസ് 1.416 into 10 to the power 32 Kelvin. 10 to the power 32 Kelvin. That is the maximum possible temperature in this universe. Okay, I കാരണമുണ്ട്. ഇത്രയും ടെമ്പറേച്ചറിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ഫോട്ടോൺസ് ആണ്. It will have a wavelength lambda is equal to Planck's length. Planck's length, let us call it as LP. So lambda of a black body for radiation photon will have Planck's length as wavelength in this temperature, Planck temperature. So അതിനേക്കാളും ചെറിയ wavelength possible അല്ല. That means they cannot have more energy than that. So ഈ ഫണ്ടമെന്റൽ ലിമിറ്റ്സുകളെല്ലാം, ഈ പ്ലാങ്ക് സ്കെയിലിലെ ലിമിറ്റുകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്ലാങ്ക് ലെങ്ത് ആയാലും ടെമ്പറേച്ചർ ആയാലും ടൈം ആയാലും പ്ലാങ്ക് മാസ് ആയാലും പരസ്പരം പല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പിന്നീട് അത് നോക്കാം. ഇനി ഒരു ഫണ്ടമെന്റൽ സ്കെയിലും കൂടി ഉണ്ട്, പ്ലാങ്ക് സ്കെയിൽ. ദാറ്റ് ഈസ് പ്ലാങ്ക് ചാർജ്. Planck charge. Planck charge is given by 1.875 times 10 to the power minus 18 coulomb. ഇതിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ Planck charge is the maximum charge which can be possessed by a black hole having dimension Planck's length. Black hole നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. It is the densest material in the universe. അല്ല, യൂണിവേഴ്സിലെ densest material ആണ് ബ്ലാക്ക് ഹോൾ. ആ ബ്ലാക്ക് ഹോളിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം, അതായത് ഈ ലെങ്തിലുള്ള പ്ലാങ്ക് ലെങ്തിലുള്ള ഒരു ബ്ലാക്ക് ഹോളിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചാർജിനെയാണ് പ്ലാങ്ക് ചാർജ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ 5 പ്ലാങ്ക് സ്കെയിലിലെ 5 കാര്യങ്ങളെ ഇന്ന് പരിചയപ്പെട്ടു. ഈ 5 കാര്യങ്ങൾ പല പല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സോ ഇത് എവിടെ നിന്നാണ് വരുന്നത്? സോ വാട്ട് ഈസ് പ്ലാങ്ക്സ് ടൈം? നമ്മൾ ബിഗ് ബാങ് തിയറി നോക്കിക്കഴിഞ്ഞാൽ, പിന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് യൂണിവേഴ്സ് ഉണ്ടായിട്ട് ഈ ടൈമിൽ യൂണിവേഴ്സ് ബിഗ് ബാങ് ഉണ്ടായതിനു ശേഷം 5.4 into 10 to the power minus 44 seconds അതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ ലോസ് ഓഫ് ഫിസിക്സിൽ നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക പഠിക്കാനും ഇപ്പോഴത്തേക്ക് പറ്റും. അതിന് താഴെയുള്ള അതായത് അതിന് മുന്നേ ഉള്ള പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കണമെങ്കിൽ, അതിന് മുന്നേ ഉണ്ടായ സംഭവവികാസങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മുടെ ഈ ഫിസിക്സ് പോരാ. വി നീഡ് ടു ഡെവലപ്പ്. സോ അത് ആൾക്കാർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ കം ക്വാണ്ടം ഗ്രാവിറ്റി അല്ലെങ്കിൽ സ്ട്രിംഗ് തിയറീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വർക്കാവുന്നുണ്ട്. അത് ഹൈ എൻഡ് തിയററ്റിക്കൽ ഫിസിക്സ് ആണ്. നമുക്ക് ഈ പോപ്പ് സയൻസിൽ അത് ഇപ്പോൾ പറയേണ്ട കാര്യമല്ല. സോ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ലൈക്ക് ഇറ്റ് ഓർ if you have any comments, please feel free to write it under this video. And thank you for listening. Thank you.